നമസ്കാരം. UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലോട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുള്ള ഈസ്റ്റാമിലാണ്. ഈസ്റ്റാമിന്റെ മണ്ണിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ലെജൻഡ് സോളിസിറ്റേഴ്സിന്റെ അടുത്താണ് നമ്മൾ ഇന്ന്. അപ്പൊ അതിന്റെ ഫൗണ്ടറിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. വാ. ഞാൻ അഡ്വക്കേറ്റ് അരവിന്ദ്. UK 2010 സ്റ്റുഡൻറ് വിസയിൽ വന്നു. ഷഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLM കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ സോളിസിറ്ററായിട്ട് ക്വാളിഫൈ ചെയ്തു. സോളിസിറ്ററായിട്ട് പ്രാക്ടീസ് ചെയ്തു. 2010 വരെ ഒന്ന് രണ്ട് ഫേംസിൽ വർക്ക് ചെയ്തു. സ്വന്തമായിട്ട് 2010 ലെജൻഡ് സോളിസിറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മെയിനായിട്ട് ലോയ്സിലാണ് പ്രാക്ടീസ് ചെയ്തത്. 2010 തൊട്ട് ഞാൻ എൻ്റെ സ്വന്തം ഫേമിലായിട്ട് ഇപ്പോൾ 15 വർഷമായി. മെയിനായിട്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ ആൻഡ് പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നത്. ചില ക്ലയൻസിന് നിർബന്ധം കാരണം ഇടയ്ക്കൊക്കെ ഫാമിലിയും ക്രിമിനൽ ലോയും ചെയ്യാറുണ്ട്. ഇവിടുത്തെ എംപ്ലോയീസിനെ കുറിച്ച് ഓൾമോസ്റ്റ് 25 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 90% എംപ്ലോയീസും ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് PSW ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾ എല്ലാ വർഷം ഒരു 2 to 3 പെയ്ഡ് ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ഗോ എന്നുള്ള രീതിയിലാണ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലുപരി ഞങ്ങൾ ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് കരിയർ പാത്ത് അഡ്വൈസ് ചെയ്യാറുണ്ട്. അതായത് LLB കഴിഞ്ഞിട്ട് വരുന്നവർക്ക് എങ്ങനെ ഇവിടെ ലോയർ ആകുന്നുള്ളതും, എഞ്ചിനീയേഴ്സ് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് എങ്ങനെ ഇവിടെ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറായിട്ടും ആർക്കിടെക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനും, അക്കൗണ്ടൻസ് ആയിട്ട് വരുന്നവർക്ക് എങ്ങനെ ഇവിടെ കരിയർ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. ലെജൻഡ് സോളിസിറ്റേഴ്സ് 2010 മുതൽ വർക്ക് ചെയ്യുന്നത്. ഇതുവരെ എത്ര കേസാണ് ഹാൻഡിൽ ചെയ്തത്? ഇനി പ്രോപ്പർട്ടി ആണെങ്കിൽ 10,000-ൽ അധികം ആൾക്കാർക്ക് ഞങ്ങൾ വീട് മേടിക്കാനും വിൽക്കാനും സാധിക്കും. എമിഗ്രേഷൻ ആണെങ്കിൽ ശരിക്കും കണക്കില്ല. അതിലുപരിയാണ് ഈ സത്യത്തിൽ കണക്കില്ല എത്ര സഹായിച്ചാണെന്ന്. എന്തായാലും മോർ ദാൻ 50,000 പറയാനുള്ളൂ. ഫ്രണ്ട്സ് ആൻഡ് ബ്രദേഴ്സ് ഇപ്പൊ കെയർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ PR എന്ന് പറയുന്നത് അല്ലെങ്കിൽ ILR എന്ന് പറയുന്നത് 10 to 15, അതുപോലെ കെയർ സെക്ടറിൽ വർക്ക് ചെയ്യണവർക്കാണെങ്കിൽ 10 to 15 വർഷത്തിലോട്ട് മാറുന്നുണ്ട്. ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? മൈഗ്രൻസിന്റെ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണെങ്കിൽ സ്കിൽഡ് വർക്കറിനെ മാത്രമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. സ്കിൽഡ് വർക്കുന്ന സ്റ്റുഡൻസിന് ഈക്വലി ഇമ്പോർട്ടൻ്റ്. അതായത് കഴിഞ്ഞ 6 വർഷത്തെ ഹിസ്റ്ററി എടുത്ത സ്കിൽഡ് വർക്കേഴ്സും വരുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസും വന്നിട്ടുണ്ട്. ഈ സ്റ്റുഡൻസ് വരുന്ന മെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ട് വർക്ക് പെർമിറ്റ് കിട്ടി സെറ്റിൽ ആവുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്കിൽഡ് വർക്കേഴ്സ് വന്നാൽ ഡയറക്ട്ലി 5ാമത്തെ വർഷം എങ്ങനെയെങ്കിലും PR ആകുന്ന ഉദ്ദേശത്തോടാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം സ്റ്റുഡൻസ് ഫേസ് ചെയ്ത് ലാസ്റ്റ് ഇയർ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് മിനിമം എംപ്ലോയർ 30,000 pounds ഉണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടുമായിരുന്നു. അത് പെട്ടെന്ന് 33 ആക്കിയപ്പോഴത്തേക്ക് എംപ്ലോയീസ് വർക്ക് പെർമിറ്റ് കൊടുക്കാത്തൊരവസ്ഥ. പിന്നെ ഇനി സ്കിൽഡ് വർക്കറുടെ കാര്യമാണെങ്കിൽ 5 വർഷം പ്രതീക്ഷ അടുത്ത 2026 PR കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് പെട്ടെന്ന് 15 വർഷത്തിൽ കിട്ടിയപ്പോഴത്തേക്ക് പലരുടെ എക്സ്പെക്ടേഷൻ തകടം പറയുന്നത്. പലരും PR കിട്ടിയ ഉടനെ നാട്ടിൽ പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, അല്ലെങ്കിൽ PR കിട്ടിയിട്ട് വീട് മേടിക്കാൻ ഉദ്ദേശിച്ചവരുണ്ട്. പിന്നെ കുട്ടികളുടെ ഫണ്ടിങ് പബ്ലിക് ഫണ്ട്സ് അവൈൽ ചെയ്തെടുത്തുണ്ട്. അങ്ങനെ പലരും പല ഉദ്ദേശത്തോടെ ഇരുന്നവരുണ്ട്. അവരെല്ലാം പ്രതീക്ഷകളാണ് മാറ്റുന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നുള്ള പറയുന്നതിലല്ല, എന്ത് നമുക്ക് ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഡിസ്കഷൻ വേണ്ടത്. സ്കിൽഡ് വർക്കർ ആണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുള്ളവർക്ക് പ്രൈവറ്റ് ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാം. അവർക്ക് PR കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് വിസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എംപ്ലോയ്മെന്റ് റെസ്ട്രിക്ഷൻ മാറും. അവരുടെ മെയിൻ ഈ സത്യം പറഞ്ഞാൽ ഒത്തിരി യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പലവരും ഈ നിയമത്തിനെതിരെ പോരാടാൻ വേണ്ടി നമ്മൾ പെറ്റീഷൻ കൊടുക്കണമെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ ഈ പെറ്റീഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതിന്റെ ഒരു കറക്റ്റ് ഫോം എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇൻഡിവിജ്വലി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കില്ല, കളക്റ്റീവ്ലി ഒരു ഫോറമായിട്ട് ഫൈറ്റ് ചെയ്യണം. എസ്പെഷ്യലി അത് ചെയ്യാൻ കഴിയുന്ന ഓരോ അസോസിയേഷനിലെ മെമ്പേഴ്സ് നല്ല കളക്റ്റീവായിട്ട് ഓരോ ഫോറത്തിൽ ചെയ്തു. അതിൽ വോട്ട് ചെയ്യുക,
ഇതിനെതിരെ അതാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് പെറ്റീഷനായിട്ട് നമ്മൾ നാട്ടിൽ എഴുതുക, കൈകൊണ്ട് എഴുതി കളക്ടർക്ക് പെറ്റീഷൻ പോകുന്ന പരിപാടിയും കൂടി ഇല്ല. ഇല്ല. അത് യൂട്യൂബേഴ്സിന് അറിവില്ലായ്മ എന്ന് പറയുന്നതാണ് പെറ്റീഷൻ. പെറ്റീഷൻ ഫോറത്തെയും ജോയിൻ ഫൈറ്റ് ചെയ്യുന്നുള്ളത്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഏഷ്യാനെറ്റിനോട് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ശരിക്കും ഞാൻ അങ്ങോട്ട് പോയി ഏഷ്യാനെറ്റ് അപ്രോച്ച് ചെയ്യണം എന്ന് കരുതിയിരുന്ന സമയത്താണ് ഏഷ്യാനെറ്റ് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്നത്. താങ്ക്സ് ടു ഏഷ്യാനെറ്റ് ആൻഡ് ഓൾ ഇറ്റ്സ് ഓഡിയൻസ്. That's all.